കൊച്ചി കുപ്രസിദ്ധ നഗരമായി മാറുന്നു. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തിന് എന്താണ് സംഭവിക്കുന്നത്? കൊച്ചി സുരക്ഷിതമല്ലാത്ത നഗരമായി മാറിക്കഴിഞ്ഞു. മയക്കുമരുന്ന് മാഫിയകൾ ഉൾപ്പെടെ നഗരത്തിന് ഏൽപ്പിച്ച ചീത്തപ്പേര് ചെറുതൊന്നുമല്ല. അതിനൊപ്പം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത നഗരം എന്ന ചീത്തപ്പേര് കൂടി കൊച്ചിക്ക് വന്നു ചേരുമോ? കഴിഞ്ഞ ദിവസം 2 യുവതികളെ ഒരു സംഘം മർദ്ദിച്ച് അവശരാക്കിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അമ്പരപ്പോടെയും ആശങ്കയോടെയും മാത്രമേ നമുക്ക് കണ്ടിരിക്കാനാകൂ. മത്സര പരീക്ഷാ പരിശീലനത്തിനായി കൊച്ചി കലൂരിൽ താമസിക്കുന്ന പാലക്കാട്, കോഴിക്കോട് സ്വദേശിനികളെയാണ് പുലർച്ചെ 4:30 ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത്. സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. കടയുടെ സമീപത്തുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഉൾപ്പെടെ 11 അംഗ സംഘമാണ് യുവതികളെ ആക്രമിച്ചത്. സംഘത്തിലെ ചിലർ കമന്റ് അടിക്കുകയും അശ്ലീല ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തു. യുവതികൾ ഇതിനോട് പ്രതികരിച്ചു. ഇതോടെ സംഘത്തിലെ ചിലർ യുവതികളുടെ ദേഹത്ത് കടന്നു പിടിക്കാൻ ശ്രമിച്ചു. യുവതികൾ അത് ഫോണിൽ പകർത്തി. ഇതോടെ ആക്രമികൾ ഫോൺ കൈക്കലാക്കി എറിഞ്ഞു പൊട്ടിച്ചു. യുവതികളുടെ കൈ പിടിച്ചു തിരിക്കുകയും ചെയ്തു. സംഘത്തിൽ ഒരാൾ യുവതികളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. ആക്രമണത്തിൽ പരിക്കേറ്റ യുവതികൾ പിന്നീട് ചികിത്സ തേടുകയായിരുന്നു. യുവതികൾ നൽകിയ പരാതിയിൽ സംഘത്തിലെ 11 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമാണ് കൊച്ചി. പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ തൊഴിലിനും പഠനത്തിനുമായി എറണാകുളത്ത് താമസമാക്കുന്നുണ്ട്. ഈ സംഭവം വലിയ ആശങ്കയുയർത്തുന്നതും അതുകൊണ്ടാണ്. ആക്രമികളുടെ മർദ്ദനത്തെക്കാൾ ആശങ്കയുയർത്തുന്നതും നാണക്കേടുണ്ടാക്കുന്നതും ചില പോലീസുകാരുടെ സമീപനം കൂടിയാണ്. പോലീസുകാരിൽ ഒരാൾ യുവതികൾ പുലർച്ചെ പുറത്തിറങ്ങിയതിനെയും അവരുടെ വസ്ത്രധാരണത്തെയും അധിക്ഷേപിച്ചെന്നും പരാതിയുണ്ട്. പോലീസ് സദാചാര പോലീസ് ആകുന്നത് നല്ലതിനല്ല. ഈ വാർത്തയ്ക്കൊപ്പം കൊച്ചി നഗരത്തിലെ ജ്യൂസ് കടയിൽ യുവാക്കൾ ആക്രമണം നടത്തിയ വാർത്തയും വന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജ്യൂസ് കടയിലെത്തിയ യുവാക്കൾ കടയുടമയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കടയിലെ സാധനങ്ങൾ യുവാക്കൾ തകർക്കുകയും ചെയ്തു. ആലപ്പുഴ സ്വദേശികളായ 2 പേരെ സംഭവത്തിൽ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ ഒരാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ കൊച്ചിയിൽ നടന്ന 2 സംഭവങ്ങളാണ് ഇത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളും നടക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച നടക്കുന്നുണ്ട്. വളരുന്ന കൊച്ചിക്ക് അപവാദമുണ്ടാക്കുന്ന ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്തണമെന്ന ആവശ്യമാണ് വ്യാപകമായി ഉയരുന്നത്.